സി ജോർജ് ഫ്യൂസായ ബൾബ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ഈ പോരിങ്ങനെ നീണ്ടുപോകുന്നത്? ഈ വെള്ളാപ്പള്ളിക്കെതിരെ തുഷാർ വെള്ളാപ്പള്ളി വിവരമില്ലാത്തവനാണെന്ന് പി സി ജോർജ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ മറുപടി എന്നോണമാണോ ഇദ്ദേഹം ഈ അച്ഛൻ വെള്ളാപ്പള്ളി പി സി ജോർജിനെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്? അല്ല, അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ അവർ തമ്മിൽ ഒരു ടെഗ് ഓഫ് ആഘോഷം നടക്കുന്നുണ്ടല്ലോ. ഇവർ രണ്ടുപേരും ഇവർക്ക് ശരിയെന്ന് തോന്നാൻ വിളിച്ചു പറയുന്ന ആളുകളാണ്. പിന്നെ ഇവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഇവരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ ഏതറ്റം വരെ ന്യായീകരിക്കുകയും എതിർപ്പാണെങ്കിൽ ഏതറ്റം വരെയും പോയി അപഹസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയുള്ള ആളുകളാണ്. പക്ഷേ വെള്ളാപ്പള്ളിയും പി സി ജോർജും നമ്മുടെ വ്യത്യാസം. വെള്ളാപ്പള്ളി പിന്നെ ഒരു സമൂഹമുണ്ട്. ആ സമുദായത്തിൽ ചുരുങ്ങി 20% ആളുകളെങ്കിലും വെള്ളാപ്പള്ളിൻ്റെ പിന്നാലെ ഉണ്ട്. പി സി ജോർജിൻ്റെ പിന്നാലെ അങ്ങനെ ആയിരിക്കുക. കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ളവർ പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഓരോ ഇലക്ഷനും പി സി ജോർജ് ഈരാറ്റുപേട്ടൻ്റെ മുസ്ലിങ്ങളെ വോട്ടിന് മേടിച്ച് ജയിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ബാക്കിയെല്ലാം ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണല്ലോ. ഈരാറ്റുപേട്ടൻ്റെ മുസ്ലിങ്ങളെ വോട്ടുകൊണ്ടാണ് ജയിച്ചത്. ഇനി കുറച്ചുകൂടി SDPIക്കാരുടെ വോട്ടുകൊണ്ടാണ് അവസാനം ജയിച്ചത്. അവൻ പി സി ജോർജിന് അന്നും കിട്ടിയിട്ടില്ല. അതിനുശേഷം SDPI അതിനോട് തെറ്റി മത്സരിച്ചു. അവിടെ തോറ്റത് വേറൊരു ക്രിസ്ത്യാനിയോടാണ്. പിന്നെ പി സി ജോർജ് ഇത്രയും ഭയങ്കരമാണ്, പി സി ജോർജിനല്ല അവർ വോട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഇല്ലല്ലോ. അപ്പം പി സി വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ്, ഫ്യൂസ് പോയ ബൾബാണ്. പി സിൻ്റെ ഫ്യൂസ് എന്തായിരുന്നു? ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളായിരുന്നു. ആദ്യം ജയിച്ചത് 1500 വോട്ടിന് മാറ്റമല്ലേ. ഈരാറ്റുപേട്ടയിലെ വോട്ടുകൊണ്ടാണ് ജയിച്ചു പോയത്. അപ്പോൾ ആ ഫിലമെൻ്റ് അടിച്ചുപോയി. ഫിലമെൻ്റ് അടിച്ചു പോയപ്പോൾ പുതിയ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ പി സിക്ക് പറ്റുന്നില്ല. അപ്പോൾ പി സിയെ സംബന്ധിച്ചിടത്തോളം സ്പെൻഡ് ഫ്യൂവലാണ്. അപ്പം ഇനി പി സി വിചാരിച്ച BJPക്കാർ എന്ന് വെച്ചാൽ അതിശക്തമായ മുസ്ലിം വിരുദ്ധത പറയുന്നതാണ് BJP രാഷ്ട്രീയം എന്നാണ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലെ, അങ്ങേര് മുസ്ലിംസിനോട് വിരുദ്ധനാകാൻ എന്താ കാരണം? അങ്ങനെയൊക്കെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. SDPI നമ്മളൊക്കെ പണ്ടേ പറയുന്നതാണ് SDPI പ്രശ്നക്കാരാണ്, ഇസ്ലാമിസ്റ്റുകളാണ്. അന്നപ്പം മൂപ്പർക്ക് അവരുടെ വോട്ട് വേണ്ടിയിരുന്നു. മൂപ്പര് നിയമസഭയിൽ വന്ന് വെറുതെ ഇരിക്കാൻ തുടങ്ങിയ മൂപ്പർക്ക് മന്ത്രിയാവണം. ജീവിതത്തിൽ വരെ മന്ത്രിയായില്ല. മാണിസാറിന് മുഖ്യമന്ത്രിയാണ്, ഇങ്ങേർക്ക് മന്ത്രിയാണ്. ജീവിത അഭിലാഷമാണ്. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മാണിസാർ കളിച്ച കളിയാണ് മാണിസാറിൻ്റെ ബാക്കോയ കേസ് കുടുക്കിയത്. അതുപോലെ മന്ത്രിയാകാൻ വേണ്ടി കളിച്ച കളിയാണ് ഇങ്ങനെ MLA സ്ഥാനം പോക്കിയത്. അതിനുവേണ്ടി നോക്കും അപ്പോൾ BJP ആണെങ്കിൽ മൈനോറിറ്റിയിൽ ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ MLA ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കുത്തിക്കഴിഞ്ഞാൽ BJPക്കാർ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കും. നടന്നോ? ഇങ്ങനെ കൊണ്ട് അത്ര എളുപ്പമല്ല. ഇങ്ങനെ ചില ന്യൂസ് ചാനലിലൊക്കെ ദേശീയ ചാനലുകളൊക്കെ പോയിട്ട് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. ആ കന്യാസ്ത്രീ ആക്രമിക്കപ്പെട്ട കേസിലൊക്കെ ഇങ്ങനെ അവിടെ പോയി നമുക്ക് ആ കേസിൻ്റെ ലോജിക്ക് പറയാം. ഇങ്ങനെ ഭയങ്കര മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പെൺകൊച്ചി ഇംഗ്ലീഷ് ആങ്കർ ഇയാൾ ഷൗട്ട് ചെയ്യുന്നതൊക്കെ അവിടെ വൈറലാണ്. BJPക്കാർ ശ്രദ്ധിക്കില്ലേ? ഇയാൾ മറ്റേ MBA മന്ത്രിയൊക്കെ പിന്നെ എന്തായിരിക്കും പറയാം? അങ്ങനെ ചിലപ്പം പാണക്കാട് തങ്ങളും അതുപോലെ തന്നെ അബ്ദുൽ കലാം ഈ പറയുന്നതിൻ്റെ അതിൽ നമ്മുടെ കലാമിൻ്റെ കുടുംബമൊക്കെ തന്നെ വയസ്സാലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു കളയും. എന്നാണ് BJP പൊളിറ്റിക്സ് വിചാരിച്ചിട്ട്. അതൊന്നും BJP ഉദ്ദേശിക്കുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് വേണ്ട, ഇവർക്കും വേണ്ട. പക്ഷേ ഈ പറഞ്ഞ മുസ്ലിം വിരുദ്ധത കൊണ്ടെടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് കുറച്ച് ഹിന്ദുത്വവാദികളുണ്ട്, കുറച്ച് ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. അവരിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും. ഹിന്ദുത്വവാദികൾ RSS ആണെന്ന് വിചാരിക്കേണ്ട. RSS ബോധമുള്ള വീട്ടിലുള്ള RSS ആണെന്ന് പറഞ്ഞാൽ മുസ്ലിം വിരോധമൊന്നുമില്ല. ഇസ്ലാമിസത്തിനും ഭീകരവാദത്തിനൊക്കെതിരെ അവർക്ക് എതിർപ്പുണ്ടാവും. അല്ല, മതത്തോട് അവർക്ക് വെറുപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മതം ആസ് ഇറ്റ് ഈസ് അവർക്ക് ഒരു മതത്തോടും വെറുപ്പൊന്നുമില്ല. കത്തോലിക്കർക്കും അങ്ങനെ മുസ്ലിം വിരോധമൊന്നുമില്ല. അതല്ല, വേറെ എലിമെൻറ്റുകളോട് അവർക്ക് പ്രശ്നമുണ്ടാവും. ഏത് ഇവാഞ്ചലിസ്റ്റുകൾക്ക് അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഭീകരവാദം, ഇസ്ലാമിസം ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അവർക്ക് എതിർപ്പുണ്ട്. അത് സ്വാഭാവികം, നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അതല്ല, വേറെ മുസ്ലിം മതത്തോട് വിരോധമുള്ള എനിക്ക് തോന്നിയത് മുസ്ലിം മതത്തോട് വിരോധമുള്ള ഇവാഞ്ചലിസ്റ്റുകൾക്കാണ്. പിന്നെ ഈ പറയുന്ന RSS ആണെന്ന് പറഞ്ഞ് കൈ ഇതും കെട്ട് നടക്കുന്ന, എന്നാൽ RSS ബേസിക് സാധനം പോലും അറിയാതെ കുറേ സോക്കോൾഡ് ഹിന്ദുത്വവാദികളുണ്ട്. അവരെ ഈ ന്യൂ മീഡിയയിലൊക്കെ ഉള്ള സജീവം. അവരെ സംബന്ധിച്ച് മുസ്ലിം വിരോധം പറയാന്നുള്ളതാണ് പിന്നെ ബേസിക് സാധനം. അങ്ങനെയുള്ള കുറച്ച് ആളുകളെ സപ്പോർട്ടുണ്ട്. അവർ കേരളം മൊത്തം പടർന്നെടുക്കുന്ന ആളുകളാണ്. ഈ പടർന്നെടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും പോയിട്ട് അവിടെ നിന്ന് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പറ്റും. കേരളത്തിൽ മൊത്തത്തിൽ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒന്നല്ലല്ലോ. അവരിവിടെ സ്വാധീനിക്കാൻ പറ്റില്ല. അല്ല, സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ വേറെ ഉണ്ട്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. കാരണം പി സി ജോർജ് ഇപ്പം BJPയിലാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ഒരു പ്രധാന ഘടകകക്ഷിയായ BDJSൻ്റെ എന്താ പറയേണ്ടത് ചെയർമാനാണ്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നതും ഇത്തരത്തിലുള്ള ഒരു അസ്വാരസ്യം വരുന്നതും BJPക്ക് ഗുണം ചെയ്യുമോ?
രണ്ട് BJP വലിയ കാര്യമാക്കുന്നില്ലെന്ന് തോന്നുന്നു. BJP PC ജോർജിനെക്കാട്ടും വെള്ളാപ്പള്ളിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടുപേരും ചെറിയ ഒരാൾ BJPയിലായെന്നുള്ള PC ജോർജാണ്, മറ്റേത് ഘടകകക്ഷിയാണ്. പിന്നെ തുഷാർ ഒന്നും പറഞ്ഞിട്ടില്ല, അച്ഛൻ ഇതിലില്ലല്ലോ, വെള്ളാപ്പള്ളി ഇതിലില്ലല്ലോ. പക്ഷെ തുഷാറിനെ പറ്റി വെള്ളാപ്പള്ളി ഈ PC ജോർജ് പറഞ്ഞ് PC ജോർജിന് ബാക്ക് ഫയർ ചെയ്യും. ഈഴവ കമ്മ്യൂണിറ്റിയെ വിട്ടിട്ടൊരു കളിയൊന്നും കളിക്കാൻ ഉള്ള കാര്യമൊന്നും ഇവിടെ BJPക്കില്ല. ക്രിസ്ത്യൻസിനിട്ട് ചിലപ്പം കളിച്ചൊന്നുമില്ല. മാത്രമല്ല PC ജോർജിനെ പറഞ്ഞല്ല ഈ ക്രിസ്ത്യൻ പിന്തുണ വിചാരിക്കുന്നവരൊന്നും ഇല്ലതാണ്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ PC ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപി ഇലക്ഷൻ മത്സരം PCൻ്റെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസ് അത്ര നല്ലതായിരുന്നില്ല. അതെ അതെ, ഇപ്പം മാറ്റി പറയണം. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒന്ന് സുരേഷ് ഗോപി ജയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു നെഗറ്റീവ് സാധനം അയാൾ സിനിമക്കാരനല്ലേ, മറ്റേതാണ്, നിങ്ങൾ നോക്കിക്കോ എഴുതി വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ അടിച്ചിരുന്നു. അതേപോലെ തന്നെ തുഷാറിനെ പറ്റി അങ്ങനെ പറയുന്നതും ശരിയല്ല. തുഷാറിനെ പറ്റി അങ്ങനെ പറയുന്നത് തുഷാർ പ്രധാനപ്പെട്ട ഘടകകക്ഷിയല്ലേ. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ അത് BJPക്ക് തലവേദന. കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ അങ്ങനെ താല്പര്യം BJP നോക്കട്ടെ. അവർ മൊത്തം ഇപ്പം PC ജോർജിനോട് BJPക്കാർക്ക് പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ലല്ലോ. എന്നിട്ട് അവരെന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല? BJPയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി അവർക്ക് ഗുണകരം അവിടെ തുഷാർ മത്സരിക്കുന്നത് തോന്നുന്നുണ്ടായ. നമ്മൾ വിചാരിക്കും കോട്ടയം നിൽക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു കത്തോലിക്ക ഭൂരിപക്ഷം അല്ലെങ്കിൽ നായർ ഡോമിനൻസ് ഉള്ള ഒരു പ്രദേശം എന്നാണ് പൊതുവെ കരുതുക. കാരണം ചങ്ങനാശ്ശേരി, കരുനാഗപ്പള്ളി ഏരിയ, വായൂർ, അവിടെ നായേഴ്സ് വളരെ ശക്തമായിട്ടുണ്ട്. പാല, പൂഞ്ഞാർ ആ മേഖലയിലൊക്കെ എത്തുമ്പോൾ ആരുണ്ട്? ക്രിസ്ത്യൻസ് വളരെ ശക്തമാണ്. പക്ഷേ അവിടെ അതിശക്തമായ ഈഴവ പോപ്പുലേഷൻ ഉണ്ട്, പാലയിൽ ഉൾപ്പെടെ. ഈ പാലയിൽ ഈഴവ പോപ്പുലേഷനെ കൊണ്ടാണ് മാണി സാർ എപ്പോഴും 2000-3000 വോട്ടിനൊക്കെ ജയിച്ചതും അവസാനം തോറ്റതും. അല്ല, അവിടെ പാലായിൽ കൃത്യമായിട്ട് BJP കുറച്ച് വോട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മാണി സാറിന് അത് വലിയ വെല്ലുവിളിയായി, ക്ഷീണമാണ്. അതെ. അപ്പോൾ അവിടെ ഒരു മാണി സാർ എപ്പോഴും ജയിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞതുപോലെ 2000-3000 വോട്ടിനൊക്കെയാണ് അവസാന കാലത്തൊക്കെ മാണി സാർ ജയിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിംസ് ഉണ്ടായിരുന്നു, പ്ലസ് നായർ വോട്ടും ഉണ്ടാവും. ആ മാണി സാറിൻ്റെ കോമ്പിനേഷൻ അതായിരുന്നു. ഇഴവ വോട്ട് മാണി സാറിനെതിരായിരുന്നു. അതിപ്പം എനിക്ക് മാണി സാറിൻ്റെ മോനും കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ 30,000 വോട്ടിനും വലിയ വോട്ടിനല്ല തോറ്റത്. അപ്പം തോൽക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാകാത്ത കാര്യമാണ് ആ ബെൽറ്റിൽ ഇഷ്ടംപോലെ ഇഴവാസ് ഉള്ളൊരു ഏരിയയാണ് പ്രധാനമായ ഏറ്റുമാനൂർ. അങ്ങനെ ഒരു ഇഴവ ബെൽറ്റ് ഉണ്ടാവും. നമ്മളറിയാം. നമ്മൾ ഇഴവ ബെൽറ്റ് എന്ന് വെച്ചാൽ ഒന്ന് ഈ കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ വിചാരിക്കും. കോട്ടയത്ത് നല്ല ഇഴവരുള്ള സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷെ പുറത്തെ ആളുകൾക്ക് അറിയില്ല. അത് കോട്ടയം പൊതുവെ ക്രിസ്ത്യൻ, പിന്നെ കുറച്ച് ചില ഏരിയകൾ അച്ചായൻ പ്ലസ് നായർ എന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല, അത് അവിടെ അവർക്ക് നല്ല ഏരിയ ഇതുള്ള സ്ഥലമാണ്. അല്ല, അതിന്റെ തെളിവാണല്ലോ തുഷാർ വെള്ളാപ്പള്ളി 2 ലക്ഷം. അതെ, അദ്ദേഹം അത്ര ചെറിയ കാര്യമല്ല. PC ആണെങ്കിൽ അത്രയും കിട്ടാൻ സാധ്യതയല്ല. കാരണം മറ്റേ ഇഴവ വോട്ട് എൻ ബ്ലോക്ക് ആയി കിട്ടിയിട്ടുണ്ട്. PCക്കാരെ വോട്ടായിട്ട് PCക്ക് ആപ്പാടെ PCനെ പോലുള്ള. അതാണ് ഒരു പരിധി വരെ ചാഴിക്കാടന്റെ പരാജയത്തിന് ഒരു കാരണം. ഈ CPM വോട്ട് കുറെ ചോർന്നിട്ടുണ്ട്. അതെ. അത് പിന്നെ അങ്ങോട്ട് പോയി, ഇഴവ വോട്ട് കുറച്ച് ഇങ്ങോട്ട് പോയി. അത് തന്നെ. തുഷാർ ഒന്നും കാണാതെ പോയി മത്സരിക്കില്ലല്ലോ അവിടെ. തുഷാർ ആലപ്പുഴ മത്സരിച്ചാൽ പറയുന്നു. ആലപ്പുഴ തുഷാറിന്റെ സ്വന്തം ഏരിയ അല്ലേ. ഞാൻ വിചാരിച്ചു ആലപ്പുഴ മത്സരിക്കുമെന്ന്. അപ്പോൾ തുഷാർ കോട്ടയം ചോദിച്ചു എന്ന് ഞാൻ അതിന്റെ മുമ്പേ കേട്ടു. ഇതുകൊണ്ടാണ് അവിടെ അവർക്കൊരു ഏരിയ ഉണ്ട് അവർക്ക്. അതായത് നിങ്ങളിപ്പോൾ ഒന്ന് വൈക്കം, കുട്ടനാട് തൊട്ട് അങ്ങോട്ട് കുറേ ഈ റോഷി അഗസ്റ്റിൻ ഉണ്ടല്ലേ ഇടുക്കിയിലുള്ള, ആ ഏരിയയിലെല്ലാം തന്നെ അതിശക്തമായ ഈഴവ ബെൽറ്റ് ഉണ്ട്. കോട്ടയത്ത് കോട്ടയത്ത് ബേസിക്കലി ക്രിസ്ത്യൻ ബെൽറ്റ് പ്ലസ് നായർ ബെൽറ്റാണ്. പക്ഷേ അവിടെ അവഗണിക്കാത്തൊരു ഈഴവ ശക്തി ഉണ്ട്. ഒരാളെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും കഴിയുന്ന വോട്ട് ബാങ്ക് അവിടെ ഈഴവരുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലോക്സഭാ മണ്ഡലം വരുമ്പോൾ വെച്ചാൽ അടുത്ത പ്രദേശങ്ങൾ കൂടി വരും. അത് ഇഴവ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് ലോക്സഭാ ഇലക്ഷൻ ഇത്ര വോട്ട് കിട്ടുന്നത്. നിയമസഭ നോക്കുമ്പോൾ ചില മണ്ഡലങ്ങൾ ഒതുങ്ങും. അവിടെ പ്രധാനമായിട്ടും ആ ഏരിയ. കേരള കോൺഗ്രസിന്റെ കോമ്പിനേഷൻ അറിയാലോ. റോമൻ കത്തോലിക് പ്ലസ് നായരാണ്. വായൂർ ജയരാജിന് കൊടുക്കും. മുമ്പ് ജയരാജിന്റെ അച്ഛനായിരുന്നു. അല്ലെ കാനൻ രാജേന്ദ്രൻ. ആ ഭാഗത്ത് കുറച്ച് അതിശക്തമായ നായർ ബെൽറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട്, പക്ഷെ അവിടെ നമ്മൾ അവഗണിക്കാത്തൊരു ശക്തിയാണ്, അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയാണ് കോട്ടയം ജില്ലയിൽ ഈഴവരും. പക്ഷെ നമ്മളിപ്പം കൊല്ലത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ അതല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ആലപ്പുഴ പറയുന്ന പോലെ നമ്മളവിടെ ഈഴവരെ പറ്റി പറയില്ല. പക്ഷെ അവർ ചില മണ്ഡലങ്ങൾ, ചില നിയമസഭാ സെഗ്മെന്റിൽ ആര് ജയിക്കും തീരുമാനിക്കാനുള്ള ശക്തി അവർക്കുണ്ട് ചിലയിടത്ത്. പക്ഷെ പ്രിഡോമിനൻ്റ്ലി അതൊരു ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത് പോലെ വെള്ളാപ്പള്ളിയുടെയും PC ജോർജിൻ്റെയും ഈ ഒരു പോര് അത് NDAയെ ബാധിക്കുമോ, BJPയെ ബാധിക്കുമോ?
അത് ബി ജെ പിയുടെ ശക്തിയായി വരുമ്പോഴേക്ക് അതൊക്കെ അവർ സോർട്ട് ഔട്ട് ചെയ്യും. ഉം. അല്ലെ ബി സി പി പുറത്തുകൊണ്ടിരും. പിന്നെ ഹരൺ പാണ്ഡ്യനെ കൈകാര്യം ചെയ്ത ബി ജെ പിക്കാണ് പി സി ജോർജിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.